നമ്മളങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു KSRTC വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ബത്തേരി KSRTC സ്റ്റാൻഡിലാണ്. ഒരു വെളിച്ചത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു KSRTCന്റെ മിന്നൽ ബസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KSRTCന്റെ സൂപ്പർ ഡീലക്സ് ക്ലാസ് സർവീസാണ് നമ്മൾ ഈ മിന്നലിൽ ഓടുന്നത് കേട്ടോ. അപ്പോൾ സുൽത്താൻ ബത്തേരി നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കേരളത്തിൽ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് റണ്ണിംഗ് ആണ്. ലോങ്ങസ്റ്റ് റണ്ണിംഗ് അല്ല, വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് റണ്ണിംഗ് സർവീസാണിത്. അപ്പോൾ രാത്രി 10 മണിക്ക് ബത്തേരി നിന്ന് എടുത്ത് രാവിലെ 7 മണിക്ക് ട്രിവാൻഡ്രം എത്തുന്ന രീതിയിലാണ് നമ്മളെ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സമയം ഇപ്പം 9:30 ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോ. അപ്പോൾ ഈ ഡിപ്പോയിൽ തന്നെയാണ്, ഈ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഇവരെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിന്റെ നേരെ ബേക്കിലാണ് ഗ്യാരേജ് വരുന്നത് കേട്ടോ. ഇതാണ് KSRTC സ്റ്റാൻഡ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ വയനാട്ടിലിപ്പോൾ. അപ്പം ഈ ഒരു ട്രിപ്പിന് വരുന്നത് ഏകദേശം 530 കിലോമീറ്ററോളാണ് ഡിസ്റ്റൻസ് ഓടാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് 9 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ദൂരം ഓടിയെടുക്കുന്നത്. അത് പോസിബിൾ ആണോ എന്നറിയില്ല. കേരളത്തിൽ ഇപ്പോഴത്തെ റോഡ് വർക്കും കാര്യങ്ങളും ഉണ്ട്. കർണാടക ബോർഡറിനോട് ചേർന്നിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ ഡിപ്പോ ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മളെ ട്രിവാൻഡ്രത്തു നിന്നും പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ ബാംഗ്ലൂരിലോട്ട് കോഴിക്കോട് വഴി സർവീസ് എടുത്തുന്ന എല്ലാ KSRTC വണ്ടികളും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫ്യൂവൽ അടിച്ചിട്ടാണ് കേട്ടോ പോലെ അധിക വണ്ടികളും. അപ്പോൾ കേരളത്തിന്റെ ലാസ്റ്റ് ഫ്യൂവൽ സ്റ്റേഷൻ കൂടിയാണ് ബാംഗ്ലൂരിലോട്ട് കോഴിക്കോട് മലബാർ സൈഡിൽ നിന്ന് പോകുന്ന വണ്ടികൾക്കൊക്കെ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു KSRTC മിന്നൽ സൂപ്പർ ഡീലക്സ് എയർ ബസ് കാണാൻ പറ്റും. ഈ ബസ് പുനലൂർക്ക് പോകുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് ശരിക്കും മിന്നലിന്റെ സർവീസ് അല്ല. 9:30 ഇവിടുന്ന് എടുക്കുന്ന ഒരു സൂപ്പർ ഡീലക്സ് സർവീസാണ്. പക്ഷെ ഈ ഒരു ബസ്സാണ് ഓടുന്നത്. ഈ ബസ് പുനലൂർക്ക് പോയതുകൊണ്ട് എൻ്റെ ഒരു നിഗമനത്തിൽ നമുക്ക് മിന്നലിന്റെ ബസ്സായിരിക്കില്ല മിന്നൽ സർവീസിൽ ഓടാൻ പോകുന്നത്, സൂപ്പർ ഡീലക്സ് ബസ്സായിരിക്കും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് മിന്നൽ ബസ്. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വഴി ട്രിവാൻഡ്രത്തോടുള്ള സ്കാനിയ ബസ്സാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെ KSRTCന്റെ സ്കാനിയ വണ്ടിയാണ്. അത് കണ്ടില്ല, ഫ്യൂവൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. സ്കാനിയ ബസ്സിന്റെ സൗണ്ടൊക്കെ മാറിയിരുന്നിട്ട് ഇപ്പോൾ ലൈലാൻഡിന്റെ സൗണ്ട് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ്റനൻസ് എന്നുള്ള സംഭവം അല്ലാത്തതും കൊണ്ടാണ് ആ ഒരു സൗണ്ട് മാറ്റമൊക്കെ ഫീൽ ചെയ്ത്. ബസ്സും കൂടെ പോയാലുള്ള സൗണ്ട് ഫീലിംഗ് സ്കാനിയന്റെ സൗണ്ട് അല്ലല്ലോ. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സ്കാനിയ ബസ്സിന്റെ സൗണ്ടൊക്കെ കേട്ട് മനസ്സിലാക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കത്തും അത്. ഇവിടെ ബത്തേരി KSRTC സ്റ്റാൻഡിൽ ഇപ്പോൾ അങ്ങനെ ഒരു ബസ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡുമാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ബഡ്ജറ്റായിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ലേറ്റായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പുറത്തുള്ള ഹോട്ടൽ ഒന്നും ഈ ഒരു സമയത്ത് തുറക്കില്ല കേട്ടോ. ഈ സ്റ്റാൻഡിലുള്ള ഈ ഒരു ഹോട്ടലാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബത്തേരി ടൗണിൽ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ടാണ്. ഇവിടെ 1/2 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു സിറ്റിയിലോട്ട് എത്തുള്ളൂ കേട്ടോ. കടകളൊക്കെ ഉള്ള സിറ്റിയിലോട്ട് എത്തണേ ഒരു 500 മീറ്റർ നടന്നിട്ട് അങ്ങോട്ട് പോകണം. അവിടെ ഒരു സൂപ്പർ ഡീലക്സ് ബസ് ഉണ്ടല്ലോ, ATC 169 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബസ് ട്രിവാൻഡ്രം ബോർഡ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ആ ബസ്സായിരിക്കും നമുക്ക് പോകാനുള്ളത് കേട്ടോ. ഇത് മൂന്നാറിലോട്ടുള്ള സൂപ്പർ ഡീലക്സ് ബസ്സാണ്. എന്തായാലും ബസ് വരട്ടെ. 10 മണിയാവാൻ ഒരു 20 മിനിറ്റ് കൂടി ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബസ് എന്തായാലും എത്തും. കയറാൻ നമുക്ക് പോകാനുള്ള വണ്ടി ഒന്നും കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ ആ മിന്നൽ ബസ് ആ റൂട്ടിൽ ഓടിച്ച സമയത്ത് ഈ റൂട്ടിൽ അവർ പകരം ഓടിക്കുന്നത് KSRTCന്റെ സൂപ്പർ ഡീലക്സ് ക്ലാസ് ബസ്സുകളാണ് കേട്ടോ. പക്ഷെ ബസ് രണ്ടും സെയിം ആണ്, പെയിന്റിങ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബസ് മാറിയെന്ന് വിചാരിച്ച് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നല്ല കിഡിലെ മിന്നൽ ബസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയാണ് കേട്ടോ ട്രിപ്പ് ഫുൾ എൻ്റയർലി അവർ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിത് പറഞ്ഞത് ആദ്യം നിങ്ങളത് കട്ട് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ആ വീഡിയോ ഫുള്ളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കേട്ടോ. ഈ ബസ് റൈഡുകളൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ KSRTCന്റെ മിന്നൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഒരു സ്റ്റോപ്പ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രസ് സൂപ്പർ ഡീലക്സ് ക്ലാസ്സിലുള്ള ഒരു ഫാസ്റ്റ് സർവീസ് ആണ് കേട്ടോ. അതായത് വളരെ സ്റ്റോപ്പുകൾ കുറച്ച് പെട്ടെന്ന് ലോങ് ഡിസ്റ്റൻസ് റൂട്ടിലുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ട് സെലക്റ്റീവ് റൂട്ടിൽ മാത്രം ഓടുന്ന ഒരു ബസ്സാണ് കേട്ടോ. അപ്പം ഇതിന് മിന്നലിന്റെ ആ ഒരു ഡിസൈൻ കൊടുക്കാൻ കാരണം റോട്ടിലെ ആക്സിഡന്റ് ഒക്കെ കുറയ്ക്കാനും ഇത് അത്യാവശ്യം റാഷ് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. മിന്നലിന്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം. നല്ല അത്യാവശ്യം നല്ല റാഷ് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം
ബസ് അത്ര അട്രാക്റ്റീവും റിഫ്ലക്റ്റീവും ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിന്നലിന്റെ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പകരം ഇപ്പൊ KSRTC ആണ്. നമ്മളെ KSRTC നിങ്ങൾക്ക് അറിയാലോ അവസ്ഥയാണ്. ഇപ്പോൾ വണ്ടികളൊന്നും ഇല്ല, പ്രോപ്പർ വണ്ടികളില്ല. ആ വണ്ടി സേഫ് അല്ല എന്നൊന്നും ആ സ്പീഡിൽ പോകുന്നതിന്. അതുകൊണ്ടായിരിക്കും അവരെ മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ബ്രേക്കിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇതായിരിക്കാം. അതുകൊണ്ടാണ് ഇത് ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. കണ്ടില്ലേ മിന്നലിന്റെ ബോർഡ്, വണ്ടിന്റെ റൂട്ട് ബോർഡിലൊക്കെ മിന്നലിന്റെ ബോർഡാണ് ഇവർ വെച്ചത്. അപ്പോൾ ഇവരടുത്ത് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ മിന്നൽ ഓടിക്കൊണ്ടിരുന്ന ബസ് ആക്സിഡന്റ് ആയിട്ട് അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ബസ് ഓടുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ച സെയിം ദിവസം തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ബസ് മാറ്റേണ്ടതേ ഉള്ളൂ, റൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ ഇതിൻ്റെ സ്റ്റോപ്പുകളും മിന്നൽ നമ്മൾ ചെയ്യാൻ കാരണം തന്നെ ഭയങ്കര സ്റ്റോപ്പ് കുറവാണ്. ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പാണ്. ഇവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് കൽപ്പറ്റ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് മുമ്പ് താമരശ്ശേരി ഉണ്ട്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കോട്ടക്കൽ, പിന്നെ തൃശ്ശൂർ, അവിടെ കോട്ടയം വഴിയാണ് കേട്ടോ ഇത് പോകുന്നത്. ലേറ്റ് ആയിട്ടാണ് നമ്മൾ കൽപ്പറ്റ എത്തിയത്. 10:25 അവിടുത്തെ ടൈം, 10:35 കൽപ്പറ്റ എത്തിയത്.
4 സ്പെഷ്യൽ സർവീസ് സ്പെഷ്യൽ 4 വണ്ടിയുണ്ട്.
12:43 നമ്മൾ കോഴിക്കോട് KSRTC ബസ് ടെർമിനലിൽ എത്തിട്ടോ. ഇവിടുത്തെ ബ്ലോക്ക് തിരക്ക്
9:17 ആയ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. ഇവിടുത്തെ ശരിക്കത്തെ ടൈം 7:20 നമ്മളിവിടെ എത്തേണ്ടത്. ഏകദേശം 2 മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് നമ്മൾ തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയത് കേട്ടോ. അത് ബസ് ഓടിച്ചാലും കുഴപ്പമില്ല, ബസ്സിന്റെ കണ്ടീഷനും പിന്നെ അതേപോലെ തന്നെ പിന്നെ ചുരത്തിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് തന്നെ 1 മണിക്കൂർ പോയി. പിന്നെ മിന്നൽ ബസ്സല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ സൈഡ് തരാനൊക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ഈ സെയിം വണ്ടി ഓടിക്കാത്തത് കൊണ്ട് ഇവർ കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നതും. അപ്പോൾ നമ്മൾ യാത്ര 2 മണിക്കൂർ ലേറ്റ് ആയതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. റോഡിൽ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, പിന്നെ കോട്ടക്കൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള വേറെ റൂട്ട് ഉണ്ടായിരുന്നു, അതുവഴിയല്ല അവർ വന്നത്. അവിടെ നിന്ന് ആരും ഇല്ലായിരുന്നു. ഡ്രൈവർമാർക്ക് ആ റൂട്ട് അറിയില്ല എന്ന് തോന്നുന്നു. നമ്മളെ ഫറൂഖിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഈസി വേണ്ട, അതായത് 1 മണിക്കൂർ നമ്മൾ ലാഭിക്കാം. പിന്നെ വണ്ടിന്റെ പെയിന്റിങ് മിന്നലിന്റെ പെയിന്റിങ് അല്ലേ, അതുകൊണ്ട് സൈഡൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ എന്നാലും നേരം വെളുക്കുന്നവരെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ വണ്ടിന്റെ ട്രിപ്പ് ഒരു രക്ഷയില്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. ആ വണ്ടി മിന്നൽ എന്താണെന്നുള്ള ഒരു രാത്രി ഒരു തൃശ്ശൂർ കഴിഞ്ഞതിന് ശേഷമാണ് മിന്നൽ എന്താണെന്ന് ശരിക്കും അവർ കാണിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഡ്രൈവർമാർ അടിപൊളിയായിരുന്നു. ക്രൂ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ക്രൂ നല്ല അടിപൊളി സ്റ്റാഫായിരുന്നു കേട്ടോ. 2 പേരും നല്ല അടിപൊളി ഡ്രൈവർമാരായിരുന്നു. ഞാൻ അവരെ കാണിക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നല്ല റാഷ് ഡ്രൈവിംഗ് ഉണ്ട്. പിന്നീട് നമ്മളെ വീഡിയോന്റെ കട്ടിംഗ് ഒക്കെ എടുത്തിട്ട് അവർക്ക് പേഴ്സണലി ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡ്രൈവർമാരെ പരിചയപ്പെടുത്താത്തതോ അല്ലെങ്കിൽ അവരെ വീഡിയോയിൽ കാണിക്കാത്തതോ കേട്ടോ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരാൻ പോകുന്നുണ്ട്. നമ്മളെ വണ്ണസ് ട്രാവൽസിന്റെ വീഡിയോസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അതേപോലെ തന്നെ JSRന്റെ ഇമ്പോർട്ടഡ് സീറ്റുള്ള വണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെയാണ് അടുത്ത് വരാൻ പോകുന്നത്. അപ്പം അതുവരെ ബൈ ബൈ ഫ്രം ട്രിവാൻഡ്രം.